ആ മറ്റേ നളൻ അയാൾ പുള്ളിയുടെ വീഡിയോ കാണാറുണ്ട്, ഇന്റർവ്യൂസ് കാണാറുണ്ട്, പോഡ്കാസ്റ്റില്ലേ. പോഡ്കാസ്റ്റില് ഈ ശബരീഷ് വർമ്മയുടെ ഉണ്ടായിരുന്നു, ശബരീഷ് വർമ്മയുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, ഈ ശബരീഷ് വർമ്മയും ഇയാളും കൂടി ഉള്ളു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഇവരുടെ പ്രേമത്തെ കുറിച്ച്, പ്രേമ പടത്തിനെ കുറിച്ച് നേരം, പിന്നെ ഇവരുടെ ഫസ്റ്റ് എങ്ങനെ ഒരു സിനിമ എന്നുള്ള സ്വപ്നത്തിലോട്ട് എങ്ങനെ എത്തി, കോളേജ് ലൈഫ്. ആദ്യമായിട്ടാണ് ഞാൻ പുള്ളിക്കൊന്നും ഉണ്ടാൻ പറ്റണില്ല. ഇതില് നളനില്ലേ, പുള്ളിക്കാരൻ കേട്ടിരിക്കുക. നമ്മളെ പോലെ തന്നെ പുള്ളി ശബരീഷ് പറയണ ഇങ്ങനെ കേട്ട് 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 ഇരിക്കുക. വേറൊരു വെറ്റുണ്ട് ശബരീഷ് ശർമ്മയുടെ. പണ്ട് മറ്റേ സിനിമ റിലീസല്ല, കബാലി ആണെന്നുണ്ട്. കബാലി റിലീസായ സമയത്ത് കാസിനോലി ഞങ്ങൾ പടത്തിന് പോയി, റിലീസിന്റെ അന്ന് നിവിനൊക്കെ ഉണ്ട്, അവര് കാണാൻ വന്നിട്ടുണ്ട്. നിവിനൊക്കെ, നിവിൻ, ശബരീഷ്, അങ്ങനെ എല്ലാരും വന്നേക്കണ്ട. എല്ലാരും നിവിനൊക്കെ പക്ക സ്റ്റാർസ്. അപ്പൊ എല്ലാരും നിവിന്റെ പുറകെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ എന്റെ അടുത്ത് തന്നൊരു സോണിയുടെ ഒരു ഫോൺ ഉണ്ട്, ഫ്രണ്ട് ക്യാം ഇതുള്ളത്, ഫ്ലാഷ് ഒക്കെ ഉള്ളൊരു ഫോണാണ്. ഫ്രണ്ടില് ഫ്ലാഷ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാധനം കൊണ്ട് ഫോട്ടോ എടുക്കണമല്ലോ. അപ്പൊ ഞാൻ പുള്ളി വേറെ ആരും നോക്കിക്ക, എല്ലാ ടെസ്റ്റും ബിസി. ഞാൻ നോക്കിയപ്പോ ശബരീഷ് ഇരിപ്പുണ്ട്. ഞാൻ പുള്ളിയെടുത്ത് നിന്നിട്ട് ബ്രോ ഒരു ഫോട്ടോ. ആ എന്താ ബ്രോ, പക്ക സിമ്പിള്. ഇമ്മ എന്നെ കെട്ട ഫോൺ വർക്ക് ചെയ്യണില്ലെന്ന്. ഇവിടെ ഞാൻ എത്ര നേരം, അത്രയും നേരം ഞാൻ ഫോൺ അവിടെ നമ്മള് കടയിലൊക്കെ മറ്റേ ജിപേ ഒക്കെ ചെയ്ത് പരിപാടിയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇത് വിളിച്ച മറ്റേ ഫോൺ ഓണാക്കിയിട്ട് പറ്റണല്ല, ഫോട്ടോ എടുക്കാൻ പറ്റണെന്ന്. എന്നിട്ട് പുള്ളിന്റെ അടുത്ത് കുഴപ്പമില്ല ബ്രോ, എനിക്കും മറ്റേ വിഷമം വന്നിട്ടേ ഞാൻ പറഞ്ഞു ശരി വർക്ക് ചെയ്യണല്ല, ഓക്കെ ബ്രോ, പുള്ളിക്ക് മനസ്സിലായി എനിക്ക് മറ്റേ ഇതായിന്ന്, വിഷമം പോയി എന്നുള്ള കാര്യം പുള്ളിക്കും മനസ്സിലായി.